എരുമേലി കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് സ്പെഷ്യൽ പാസ് അനുവദിക്കാനുള്ള തീരുമാനവുമായി ദേവസ്വം ബോർഡ്. ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. അനുകൂല തീരുമാനമെടുക്കാൻ വനംവകുപ്പിനോട് അറിയിക്കുമെന്നും കെ ജയകുമാർ അറിയിച്ചു. കാൽനടയായി എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേക പാസ് അനുവദിക്കണമെന്ന ആവശ്യം ജനം TV നേരത്തെ വാർത്തയായി നൽകിയിരുന്നു. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. മിഥുൻ മുരളി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, നമ്മൾ നൽകിയ ഒരു വാർത്ത അത് കൃത്യമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ രാവിലെയാണ് ഈ വാർത്ത നൽകിയത്. എരുമേലി അഴുത്തക്കടവ് പമ്പ പാതയിലൂടെ ഭക്തർ 41 കിലോമീറ്റർ നടപ്പാത കാൽനടയായി സഞ്ചരിച്ചാണ് സന്നിധാനത്ത് എത്തുന്നത്. ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്കും നേരത്തെ ദർശനത്തിന് പ്രത്യേക പാസ് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. സന്നിധാനത്ത് ക്യൂവിൽ കാത്തു നിൽക്കാതെ ദർശനം ക്രമീകരിക്കുന്നതായിരുന്നു ഈ രീതി. പ്രത്യേക പാസ് സംവിധാനത്തിലൂടെ മരക്കൂട്ടം മുതലുള്ള ക്യൂ ഭക്തർക്ക് ഈ കാനനപാതയിലൂടെ എത്തുന്നവർക്ക് ഒഴിവാക്കാനാകും. നേരിട്ട് ദർശന സംവിധാനം ഏർപ്പെടുത്തും. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻ വർഷം പ്രത്യേക പാസ് നൽകുന്നത് റദ്ദാക്കിയത്. ഇതോടെ ഈ കാനനപാത വഴി എത്തുന്ന ഭക്തരും മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക പാസ് സംവിധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു ഭക്തരുടെ ആവശ്യം. ഇതാണ് ജനം TV രാവിലെ വാർത്തയായി നൽകിയത്. 41 കിലോമീറ്റർ സഞ്ചരിച്ച് 2 ദിവസത്തിൽ കൂടുതൽ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് എത്തുന്ന ഭക്തരാണ്. ഈ ഭക്തരാണ് വീണ്ടും നടപ്പന്തലിലും മരക്കൂട്ടത്തും ഒക്കെ ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ ഒരു നടപടി വേണം എന്നുള്ളതായിരുന്നു ഭക്തരുടെ ആവശ്യം. ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും പ്രത്യേക പാസ് അനുവദിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഉടൻ പാസ് അനുവദിച്ചു നൽകും ഈ കാനനപാത വഴി എത്തുന്ന ഭക്തർക്കും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയത്. അനുകൂല തീരുമാനം ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഉടൻ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു. പുല്ലുമേട് സത്രം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് ക്രമീകരണം നൽകിക്കൊണ്ടാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ എരുമേലി അഴുതക്കടവ് കാനനപാത വഴി എത്തുന്നവർക്കും ക്രമീകരണം ഒരുക്കണം. അതായത് നിലവിൽ സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്നവർക്ക് പ്രത്യേക പാസ് അനുവദിക്കുന്നുണ്ട്. ഇതേ രീതി തന്നെ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്നവർക്കും അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ കാര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നീലിമ. ശരി മിഥുൻ, എന്നും ഭക്തർക്കൊപ്പമാണ് ജനം TV എന്ന് തെളിയിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഓരോ വാർത്തയ്ക്കും ഓരോ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വാർത്തയുടെ വലിയ പ്രതികരണമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.